വചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ വചന ശുശ്രൂഷയിൽ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 17-ാം തിരുവചനം ഒരു സന്ദേശമായിട്ട് നൽകപ്പെടുകയാണ്. വചനം ഇതാണ് പഠിപ്പിക്കുന്നത്: ഇതാ, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും നൽകുന്ന വലിയ ഒരു ആനന്ദത്തിൻ്റെ സന്ദേശം ഇതാണ്: നിൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തോർത്ത് നീ ഇരുന്ന് വിഷമിക്കേണ്ട. നിനക്ക് സംഭവിച്ച കാര്യങ്ങളിൽ നീ സഹതാപപ്പെട്ടും ദുഃഖിച്ചും നിൻ്റെ സമയം കളയരുത്. മറിച്ച് ഇതാ, നിനക്ക് വേണ്ടി, നിൻ്റെ ആനന്ദത്തിനു വേണ്ടി, നിൻ്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് അപ്രകാരം ഒരു പുതിയ ആത്മാവ്, പുതിയ ചൈതന്യം നമ്മളിൽ നിറയ്ക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കേൾക്കുന്നവരിലും പറയുന്ന എന്നിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നലകളിലെ ഞങ്ങളുടെ ഓർമ്മകളും അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളും കർത്താവെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ വിരുന്നാണ്. നിൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ, തിരുവചനം പഠിപ്പിക്കുകയാണ്: ഇന്നലകളിലെ കാര്യങ്ങൾ ഓർത്ത് അസ്വസ്ഥപ്പെട്ട് നിൻ്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. മറിച്ച് നിനക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുന്നു, പുതിയ കാര്യം പണിതുയർത്തുന്നു. യേശയ്യായുടെ തന്നെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനം വളരെ മനോഹരമായൊരു സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വലിയൊരു അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അസ്വസ്ഥപ്പെടേണ്ട. നിനക്ക് വേണ്ടി പുതിയ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം ഓരോ ദിവസവും നമ്മളോട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിക്കരുത് ഇതെനിക്കുള്ളതല്ലെന്ന്. അല്ല, എനിക്കും നിനക്കും അവകാശപ്പെട്ട ഒരു സന്ദേശം ഇതാണ്. നിൻ്റെ ജീവിതത്തിലെ ഇന്നലകളിലെ കുറവുകളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ട. ആ കുറവ് ഇതാ ദൈവം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ നമ്മൾ അറിയേണ്ട ചില മേഖലകൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടെ ആഗ്രഹിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിൽ പലരും ഇന്നലകളിൽ ചില കാര്യങ്ങൾ ലഭിച്ചില്ല എന്നോർത്ത് സങ്കടപ്പെടുന്നവരാവും. ഉദാഹരണത്തിന്, ഒരു ചെറുപ്പക്കാരൻ്റെ പരാതി ഇങ്ങനെയാണ്: അവൻ ജനിച്ച വീടിൻ്റെ അവസ്ഥ വളരെ മോശം. അവൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അപ്പോൾ ഇവനിപ്പോൾ ഒരു 18 വയസ്സുണ്ട്, 18-19 വയസ്സുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ ദുഃഖം മുഴുവൻ അമ്മ മരിച്ചതിനെക്കുറിച്ചാണ്. അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഇവൻ പല തരത്തിലുള്ള തെറ്റായ ജീവിത വഴികളിലൂടെ പോകുന്നുണ്ട്. അതിനെല്ലാം അവൻ പറയുന്ന ന്യായം എന്താണെന്നറിയോ? എനിക്കെൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ആ കിട്ടാത്ത സ്നേഹമാണ് ഞാൻ അന്വേഷിച്ചു പോകുന്നത്. ഇവൻ ഒത്തിരി പ്രേമബന്ധങ്ങളിൽ ചെന്ന് പെട്ടു. പ്രേമബന്ധങ്ങളിൽ അവസാനിക്കുക മാത്രമല്ല, അത് പലതരത്തിലുള്ള തിന്മയിലേക്ക് പോയി. അവനോട് ബന്ധപ്പെട്ടൊരു കൂട്ട് സംഘം മുഴുവൻ അത് പിന്നീട് പോലീസ് അറസ്റ്റൊക്കെ ചെയ്തു. ഞാനിത് പറഞ്ഞു വയ്ക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിലെ ഒരു ദുഃഖമാണ്. അവൻ്റെ ജീവിതത്തിലെ ബാല്യകാലത്ത് അവൻ്റെ അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല. ആ കിട്ടാത്ത സ്നേഹം അവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഈ സ്നേഹം അന്വേഷിച്ച് നടക്കും. എവിടെ എനിക്കുള്ള സ്നേഹം കിട്ടും എന്നുള്ളതാണ് അവരുടെ ചിന്തയും അവരുടെ എപ്പോഴുമുള്ള അഭിവാഞ്ചയും. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം.
ഈ ഭൂമിയിൽ നിനക്ക് കിട്ടാതെ പോയ സ്നേഹം ഒരു വ്യക്തിയുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. നിനക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹം അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും പക്കൽ ഇപ്പോൾ അത് ഏൽപ്പിച്ചു വെച്ചിട്ടില്ല. നമ്മുടെ പലരുടെയും ചിന്ത, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ കിട്ടിയില്ല, അതെല്ലാം ഇന്ന വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ പലപ്പോഴും നമ്മൾ വളർത്തുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യം എന്താണെന്നറിയാവോ? മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ കൈകളിൽ ആ സ്നേഹം അത് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ആത്മീയ രഹസ്യം മനസ്സിലാക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടുകയും അതൊരു പുത്തൻ അഭിഷേകമായി മാറ്റപ്പെടുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സ്വാഭാവികമായ നമ്മുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും മറ്റു മനുഷ്യരുടെ സ്നേഹം കൊണ്ട് നിറയപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം, പരിഗണന, ബഹുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട്. ആർക്കാ ഈ ദാഹമില്ലാത്തത്? എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ഈ ദാഹമുണ്ട്. ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, അംഗീകാരം കിട്ടാനുള്ള ദാഹം, പരിഗണനയ്ക്ക് വേണ്ടിയുള്ള ദാഹം, ഇതെല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പോലെ തന്നെ വളർച്ചയുടെ പാതയിൽ ആ വ്യക്തി വളരുന്നതോടൊപ്പം തന്നെ ഈ ആഗ്രഹവും വളരും. ഒരുപക്ഷെ ഒരു കല്യാണപ്രായമൊക്കെ എത്തുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ഈ ആഗ്രഹത്തിന് ഒരു വലിയ മേഖല തുറക്കുകയാണ്. ആ വ്യക്തി ചിന്തിക്കുകയാണ്, എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഒരാൾ, എന്നെ അംഗീകരിക്കാൻ വേണ്ടി മാത്രം ഒരാൾ, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ. അങ്ങനെയാണ് വിവാഹം എന്ന് പറയുന്ന ജീവിത ബന്ധത്തിലോട്ടിറങ്ങുന്നത്. എന്നിട്ടോ ജീവിതത്തിൽ എന്നെ മാത്രം മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വിവാഹ ബന്ധത്തിലോട്ട് ഇറങ്ങിത്തിരിഞ്ഞിട്ടും സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ? വിവാഹം കഴിഞ്ഞിട്ടും ആ സ്നേഹം പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഈ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് വീണ്ടും 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 വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ കൗൺസിലിംഗ് കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ, ഇവൻ കല്യാണം കഴിച്ചു, പ്രേമവിവാഹമായിരുന്നു. ഇവനെ കൊണ്ടുവന്നപ്പോൾ ഇവൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവനെ കൊണ്ട് മടുത്തു. കണ്ടാൽ നല്ല സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ചെറുക്കൻ, വലിയ പ്രായമൊന്നുമില്ല. ആ ഭാര്യയുടെ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, അച്ഛാ ഇവനെ കൊണ്ട് മടുത്തു, ഇനി ഇവൻ എന്ത് ചെയ്യണം? അച്ഛാ ഞങ്ങളുടെ മകളെ കെട്ടിയവനാണ് ഇവനുണ്ടല്ലോ, ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ച സമയത്ത് തന്നെ ഇവന് 3-4 സ്ത്രീകളോട് വേറെ ബന്ധമുണ്ടായിരുന്നു അച്ഛാ. എന്നു മാത്രമല്ല, ഇവൻ ഇതാ പുതിയ 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 ബന്ധങ്ങളും കൂടെ ആരംഭിച്ചിരിക്കുന്നു. ഇവൻ എവിടെയെല്ലാം പോയാലും അവിടെയെല്ലാം പുതിയ പുതിയ സ്നേഹബന്ധങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും. അതായത് കല്യാണം കഴിച്ചവനാണ്, സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ അവന് സ്വന്തമായിട്ടുണ്ട്. അവൻ അതിലൊന്നും ഒരു തൃപ്തിയില്ല. അവൻ സ്നേഹത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അവനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എടാ നീ കല്യാണം കഴിച്ചതാണ്, പ്രേമിച്ചു കല്യാണം കഴിച്ചതാണ്, ആരും നിർബന്ധിച്ച് തലയിൽ ഏൽപ്പിച്ചതല്ല, നിൻ്റെ ഹൃദയത്തിൽ നീ വിശ്വസിച്ച് സ്നേഹിച്ചൊരു ജീവിത പങ്കാളി ഏറ്റെടുത്തു, എന്നിട്ട് നിനക്കെന്താ പറ്റണേ? അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അറിഞ്ഞുകൂടാ അച്ഛാ, എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി മുറിവുകൾ എൻ്റെ ഉള്ളിലുണ്ടായി. ഒരു പക്ഷേ അതായിരിക്കും അച്ഛാ, ആ മുറിവുകൾ കാരണം ഞാൻ എപ്പോഴും ഈ സ്നേഹത്തിന് വേണ്ടി ആരെ കണ്ടാലും ഇവരുടെ സ്നേഹം എനിക്ക് കിട്ടണം, ഇവരുടെ അംഗീകാരം കിട്ടണം, എനിക്ക് എന്നിങ്ങനെ തോന്നിപ്പോവും. പിന്നെ ഞാൻ അവരോട് പരിചയപ്പെടും. ആ പരിചയം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമാവും. അച്ഛാ എനിക്കിങ്ങനൊരു കുഴപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും കൈകളിൽ നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹം വെച്ചിട്ടില്ല. പ്രേമബന്ധങ്ങളുടെ പുറകെ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം ഈ കാര്യം. പ്രേമിക്കുന്നവൻ്റെയൊക്കെ മനസ്സിലെന്താ ചിന്ത? എന്നെ സ്നേഹിക്കുന്ന, എന്നെ മാത്രം പരിഗണിക്കുന്ന, എന്നെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾ, ആ ആളോടുള്ള സ്നേഹം, ബഹുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത്രയും നാൾ നിന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോ നിൻ്റെ സഹോദരങ്ങളോ വീടോ നാടോ നാട്ടുകാരോ ഒന്നും നിനക്ക് പ്രശ്നമല്ല. ഈ വ്യക്തി മാത്രം നിൻ്റെ തലയ്ക്കകത്തോട്ട് കയറി പിടിക്കും. പ്രിയപ്പെട്ടവരെ, നീ ഒരു കാര്യം തിരിച്ചറിയണം,
ഈ ഭൂമിയിൽ അങ്ങനെ നിൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്നേഹം വെച്ച് വിളമ്പാൻ വേണ്ടി ഒരു മനുഷ്യനും ഇല്ല. കാരണം മനുഷ്യരെല്ലാവരും ജീവിതത്തിൻ്റെതായ കുറവുകളുള്ളവരാണ്. ആരാ സ്നേഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവർ? മനുഷ്യരെല്ലാവരും കുറവുകളുള്ളവരാണ്. അതുകൊണ്ടാവാം യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനത്തിൽ ഈശോ ഇതാ തിരുനാളിൻ്റെ അവസാനത്തെ ദിനത്തിൽ, മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ പക്കൽ വരട്ടെ, അവർ എന്നിൽ നിന്ന് ആവോളം കുടിക്കട്ടെ, ജീവജലത്തിൻ്റെ അരുവികൾ എന്നിൽ നിന്നൊഴുകും. ഈശോ പറഞ്ഞത് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഈശോ പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹമുണ്ടെങ്കിൽ ആ ദാഹത്തിൻ്റെ ശമനം ലഭിക്കുന്നത് എൻ്റെ പക്കൽ നിന്നാണ്. നീ എൻ്റെ പക്കലേക്ക് വാ, നീ എൻ്റെ പക്കലേക്ക് വാ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ, ലഭിക്കാതെ പോയ സകല സ്നേഹവും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് യേശുവിൻ്റെ കൈകളിലാണ്. ആ യേശുവിൻ്റെ സ്നേഹം നിറയപ്പെടുമ്പോഴാണ് നിൻ്റെ ശൂന്യതയ്ക്ക് ഒരു പൂർത്തീകരണം സംഭവിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പരിശോധിച്ചു പോകുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ എഴുതി വച്ചിട്ടില്ലേ, ലോകത്ത് മുഴുവൻ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി, അത് സ്ത്രീയുടെ ആവാം, ലോകത്തിൻ്റെ ബഹുമതികളുടെ എല്ലാത്തിൻ്റെയും പിറകെ ഓടി നടന്ന് അവസാനം ഇത് അഗസ്റ്റിൻ കുറിച്ച് വച്ചിരിക്കുന്നു. എന്താണ്? ലോകം നൽകുന്നതല്ല, മറിച്ച് എൻ്റെ ഈശോയ്ക്ക് മാത്രമേ എൻ്റെ സ്നേഹം നികത്താൻ പറ്റുകയുള്ളൂ, ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, ഈശോയ്ക്ക് മാത്രമേ എൻ്റെ ഹൃദയത്തിൽ ഇടമുള്ളൂ, മറ്റൊരു മനുഷ്യർക്കും ഇടമില്ല. കാരണം മനുഷ്യരെല്ലാവരും പരിമിതികളുള്ളവരാണ്, താൽക്കാലികമായിട്ട് നിലനിൽക്കുന്നതാണ്, അല്പസമയം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. ഈ മേഖലയെക്കുറിച്ച് അറിവ് കിട്ടിയില്ലെങ്കിൽ നമ്മളെപ്പോഴും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാവും. നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ചെയ്യുന്ന കാര്യം ചില വ്യക്തികളോടുള്ള അടുപ്പം കൊണ്ട് ഈ സ്നേഹം നിറയ്ക്കാൻ ശ്രമിക്കും. വ്യക്തികളോടുള്ള അടുപ്പം ഒന്നാമതായിട്ട് സംഭവിക്കുന്നൊരു കാര്യം അതാണ്. മനുഷ്യരുടെ സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഈ കുറവിനെ ഞാൻ നികത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് കൂട്ടുകാരാവാം, വ്യക്തിബന്ധങ്ങളാവാം, ചില താല്പര്യങ്ങളാവാം. വ്യക്തികളോടുള്ള ബന്ധം കൊണ്ട് അതിങ്ങനെ നിറയ്ക്കാൻ ശ്രമിക്കും. അതിനാണ് പ്രേമ ബന്ധങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട വരുന്നത്. അപ്പോൾ വ്യക്തികളോടുള്ള അടുപ്പം കൊണ്ട് നമ്മുടെ സ്നേഹം ഇന്നോളം നിറയപ്പെടുമോ? രണ്ടാമത് ചെയ്യുന്നത് ജീവജാലങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഈ നമുക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ ശൂന്യതയെ നിറയ്ക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് വല്ലാത്ത സ്നേഹം, അല്ലേ? വീട്ടിലുള്ള മനുഷ്യരോട് സ്നേഹിച്ചില്ലെങ്കിലും പട്ടിയോടും പൂച്ചയോടും മൃഗങ്ങളോടും സ്നേഹം കാണിക്കുക. എപ്പോഴാണ്? ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹശൂന്യമായ അനുഭവത്തിൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെങ്കിലും കൊണ്ട്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും, മനുഷ്യന് ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് 15 രൂപയാണെങ്കിൽ പട്ടി ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി 150 രൂപ കൊടുത്ത് വാങ്ങുന്നതും, കുളിക്കാൻ മനുഷ്യന് 15 രൂപയുടെ സോപ്പ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും 250 രൂപയുടെ പട്ടിക്ക് കുളിക്കാനുള്ള സോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതും, പട്ടി എന്ന് പറയുന്ന മൃഗത്തെ സ്നേഹിക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനാണ്. സ്വന്തം വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കുന്നത് ജീവികളെയാണ്. ജീവികളോടുള്ള സ്നേഹം നല്ലതാണ്, പക്ഷേ പ്രയോറിറ്റി പ്രധാനപ്പെട്ടതാണ്. നീ ആരെയാണ് സ്നേഹിക്കുന്നത്? അല്ലേ? മനുഷ്യരെ കൂടെ കിടത്തിയില്ലെങ്കിലും പട്ടീനെയും പൂച്ചയെയും കട്ടിലിൽ കൂടെ കിടത്തുന്നവരുണ്ട്. മനുഷ്യരെ റോട്ടിൽ കിടത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വ്യക്തികൾ കൊണ്ട് സ്നേഹം പൂർത്തീകരിക്കപ്പെടുന്നില്ല, ജീവജാലങ്ങളെ കൊണ്ടും പൂർത്തീകരിക്കപ്പെടുന്നില്ല. മൂന്നാമതായിട്ട് സംഭവിക്കുന്നത് എന്തെന്നറിയോ? കുറേ വസ്തുക്കൾ കൊണ്ട് നമ്മുടെ സ്നേഹം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കും. വസ്തുക്കളെ കൊണ്ട് സ്നേഹം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു ഫെർഡിനാൻഡ് മാർക്കൂസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഇമൽഡ മാർക്കൂസ്. 1965 മുതൽ ഏകദേശം 20 വർഷത്തോളം ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം ഭരിച്ചവരാണ് ഈ പറഞ്ഞ ഫെർഡിനാൻഡ് മാർക്കൂസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു മ്യൂസിയം പോലും ഇപ്പോൾ തുറക്കപ്പെട്ടിട്ടുണ്ട്.
കാരണം എന്തെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആഭരണങ്ങളോടും പ്രത്യേകിച്ച് വസ്ത്രങ്ങളോടും അതിലും പ്രത്യേകിച്ച് ഷൂസുകളോട്, ചെരുപ്പുകളോടായിരുന്നു പ്രിയം കൂടുതൽ. മനുഷ്യരോടല്ല, മറിച്ച് ചെരുപ്പുകളോടായിരുന്നു പ്രിയം കൂടുതൽ. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇമൽഡ മാർക്കൂസിൻ്റെ മുറി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുറിയിൽ നിന്ന് ഏകദേശം 3000-ലധികം ചെരുപ്പുകൾ, വ്യത്യസ്ത ചെരുപ്പുകൾ, 3000-ലധികം. ഒരു വർഷത്തിൽ 365 ദിവസമുള്ളൂ. അപ്പോൾ എത്ര ദിവസം നീട്ടാലാണ്? 3000-ലധികം വിശേഷ തരത്തിൽ നമ്മളിടുന്ന പോലെ വള്ളിച്ചെരുപ്പൊന്നുമല്ല, റബ്ബർ ചെരുപ്പൊന്നുമല്ല, രത്നങ്ങൾ പതിച്ചതും വില പിടിപ്പിച്ച ആഭരണങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചതുമായിട്ടുള്ള ചെരുപ്പുകളുടെ വലിയൊരു ശേഖരണം. ഇന്നത് വലിയൊരു മ്യൂസിയം പോലെ തുറക്കപ്പെട്ടിട്ടുണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. ചില സാധനങ്ങൾ കൊണ്ട് നിൻ്റെ ഉള്ളിലെ ശൂന്യത നീ നികത്താൻ ശ്രമിക്കോ? ഒരിക്കലും നികത്തപ്പെടുകയില്ല. നമ്മളൊക്കെ പലരും അങ്ങനെ ശ്രമിക്കുന്നവരാണ്. ചില ആഭരണങ്ങൾ കൊണ്ട്, ചില വസ്ത്രങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശൂന്യതയെ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും അവസാനിക്കുമോ? കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സംസ്ഥാനത്തെ ഒരു പ്രമുഖ വനിത, ആ പ്രമുഖ വനിത ധരിച്ചിരുന്ന വസ്ത്രശേഖരണങ്ങൾ, ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കോടതി കണ്ടുകെട്ടിയെന്ന് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം ശേഖരിച്ചു വച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശകലനത്തിനുള്ള ഒരു സമയമാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നീ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് നിൻ്റെ ഉള്ളിലുള്ള ആ ശൂന്യത നികത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? പല കാരണങ്ങൾ, പല സാധനങ്ങൾ കൊണ്ടാവാം. ഈ അടുത്ത നാളിൽ ഒരു സിനിമാ നടി തൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ടെലിവിഷനിൽ കാണാനിടയായി. ചോദ്യകർത്താവിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ മറുപടി: ഞാൻ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും: എന്ത് ഷോപ്പിംഗ് നടത്തുന്നു? ഞാൻ കടകളിലൊക്കെ കയറും, എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. വെറുതെ ഇരുന്നാൽ ഞാൻ ഷോപ്പിംഗ് നടത്തും. പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞത് പൊങ്ങച്ചത്തിനാണെങ്കിലും അതിൻ്റെ പിന്നിലും ഒരു കാരണമില്ലേ? ഈ ഭൂമിയിലെ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് നിൻ്റെ ഹൃദയത്തെ നിറയ്ക്കാൻ വേണ്ടി നീ ശ്രമിച്ചാൽ അത് നിനക്ക് പരാജയമാവും. നമ്മളിൽ പലരും പല സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിവെക്കുന്നവരാവും. അത് ഷർട്ടാവും, പാൻറ്റാവും, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന പല സാധനങ്ങളുമാവും. മലയാളിയെക്കുറിച്ച് പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് പോലും. എന്താണ്? നമ്മുടെ പല വീടുകളിലും ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പഴയ സാധനങ്ങൾ വരെ കാണാം. പല ഫ്ലാറ്റിലും താമസിക്കുന്നവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കാണാവുന്നൊരു സാധനം, പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന സൈക്കിൾ മുതൽ പല സാധനങ്ങളും എന്നെങ്കിലും ഉപയോഗം വന്നാലോ എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു പല സാധനങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇത് മലയാളിയുടെ മാത്രം ഒരു പ്രത്യേകതയാണെന്നും പറഞ്ഞ് മാറ്റിവെക്കാനല്ല, മറിച്ച് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു സമയമായിട്ട് നൽകപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ ഹൃദയത്തിൽ സ്നേഹശൂന്യത അനുഭവപ്പെടുമ്പോൾ സാധനങ്ങൾ കൊണ്ടോ ജീവജാലങ്ങൾ കൊണ്ടോ മനുഷ്യരുടെ സ്നേഹം കൊണ്ടോ നിറയ്ക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അമ്പയെ പരാജയമടയുള്ളൂ. ഇതാ വിശുദ്ധ ഗ്രന്ഥം നിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നൊരു കാര്യം. നിൻ്റെ ജീവിതത്തിൽ ലഭിക്കപ്പെടാതെ പോയ സ്നേഹങ്ങളുടെ, നിൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ ഓർമ്മകളുണ്ടെങ്കിൽ ആ ഓർമ്മകൾക്കെല്ലാം ഉത്തരം എന്ന് പറയുന്നത് ഈശോയുടെ പക്കലാണ്. കാൽവരി മലയിൽ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയാണ് നിൻ്റെ ജീവിതത്തിൽ എല്ലാ സ്നേഹത്തിൻ്റെയും പൂർത്തീകരണം, ഒരു മനുഷ്യനുമല്ല. ആരെല്ലാം ഈശോയുടെ പക്കലേക്ക് തിരിയുന്നോ, ഈശോ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സ്നേഹം കൊണ്ട് നിറയപ്പെടുന്നോ, അപ്പോൾ മാത്രമേ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമുള്ളൂ. അതുകൊണ്ടാണ് ഈശോ ക്ഷണിക്കുന്നത്: ദാഹിക്കുന്നവരെ എൻ്റെ പക്കലേക്ക് വരുവിൻ, നിങ്ങൾക്ക് ഞാൻ ജീവജലം നൽകാം. ഈശോവാകുന്ന ഒരിക്കലും വറ്റാത്ത ഉറവ, അത് സ്നേഹത്തിൻ്റെ ഉറവയാണ് ഈശോ. മനുഷ്യരുടെ സ്നേഹമൊക്കെ വറ്റിപ്പോകും, അത് താൽക്കാലികമാണ്. ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ് ഈശോയുടെ സ്നേഹമെന്ന് തിരുവചനം നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്.
അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണ മധ്യേ ഈശോ ആ സഹോദരിയോട് പറഞ്ഞത്, ജീവജലം എന്നിൽ നിന്ന് നീ കുടിക്കുവിൻ. ജീവജലം, നീ ആരോടാണ് സംസാരിക്കുന്നത് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നിങ്ങനെ തുടങ്ങുന്ന സംഭാഷണമെല്ലാം ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ, ദാഹജലത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ, അവളുടെ ഇന്നലകളുടെ കാര്യങ്ങൾ, ഭർത്താക്കന്മാരെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒക്കെ ഈശോ വളരെ വ്യക്തിപരമായി അവളോട് സംസാരിക്കുകയാണ്. അവളുടെ ഒരു കുറവിനെ ഈശോ ചൂണ്ടിക്കാണിക്കുകയാണ്. അവളോട് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമോളെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഒരു ഭർത്താവ് കഴിഞ്ഞു, മറ്റൊരു ഭർത്താവ്. നീ ഈ ഭർത്താക്കന്മാരുടെ സ്നേഹം കൊണ്ട് നിൻ്റെ ജീവിതം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്നേഹം കൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യമായ അനുഭവത്തെ നിറയ്ക്കാമെന്ന് നീ ശ്രമിച്ചെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. കൃത്യമായിട്ട് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏതെങ്കിലും വ്യക്തിയുടെ പിന്നാലെയോ സാധനങ്ങളുടെ പിന്നാലെയോ അധികാരങ്ങളുടെ പിന്നാലെയോ ലോകം വെച്ചു നീട്ടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിൻ്റെ ഉള്ളം നിറയ്ക്കാമെന്ന് നീ വിചാരിച്ചാൽ നിനക്ക് തെറ്റിപ്പോയി. ഈശോയുടെ സ്നേഹത്തിന് മാത്രമേ നിന്നെ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. ഒരു മനോഹരമായ സംഭവം കൂടി ഇതിനോട് ഞാൻ ചേർത്ത് വയ്ക്കാം. ബോംബെയിൽ താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവരുടെ അപ്പനും അമ്മയും വന്നു. ഒറ്റ മോളെയുള്ളൂ. എൻജിനീയറിങ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഠനം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല, കുറച്ച് നാളായിട്ട് ഇവൾ വീട്ടിലുണ്ട്. ഈ അടുത്ത നാളിൽ ഇവരൊരു ആത്മഹത്യാ ശ്രമം നടത്തി, ഞരമ്പ് മുറിച്ച്. ഇത് അവളുടെ അപ്പനും അമ്മയും കണ്ടുപിടിച്ചു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അധികം ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ പെണ്ണ് മരിക്കാൻ ശ്രമിച്ചു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പനും അമ്മയ്ക്ക് സങ്കടമായി. പെണ്ണിനെയും കൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അപ്പനും അമ്മയും വാവിട്ട് നിലവിളിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നോക്കിക്കേ, എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അച്ഛാ, എല്ലാം ഞങ്ങൾ ഇവൾക്ക് കൊടുക്കുന്നില്ലേ, എല്ലാം കൊടുക്കുന്നില്ലേ, പിന്നെ എന്തിനാ അച്ഛാ ഇവൾ മരിക്കാൻ ശ്രമിക്കുന്നേ, ഇവളൊന്നും പറയണില്ല അച്ഛാ, അച്ഛനൊന്ന് സംസാരിച്ചേ. ഞാൻ ഇവളോട് ചോദിച്ചു, മോളെ നിനക്കെന്താ പറ്റിയേ? അവളൊന്നും മിണ്ടണില്ല, ഒരു പാവയെപ്പോലെ നിൽക്കുക, ഒരു വാ തുറന്ന് മിണ്ടണില്ല, ചിരിക്കുന്നുമില്ല, കരയുന്നുമില്ല. ഇവളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് കാത്തിരിക്കുമോ, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കാം. ഞാൻ ഇവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിനക്ക് സുഖാണോ? അവൾ എന്നെ ദയനീയമായിട്ടൊന്നും കൂടെ നോക്കി. അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കൊരു ധ്യാനത്തിൽ പങ്കെടുത്തുകൂടെ? അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എന്തിനാ അച്ഛാ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ, നിൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കൊരു ഉത്തരം കിട്ടും, നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരം കിട്ടും. അല്ലെങ്കിൽ തന്നെ നിൻ്റെ ജീവിതത്തിൽ നീ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചില്ലേ, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചില്ലേ, അത് മോശമല്ലേ? നീ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈശോ നിന്നിൽ ഇടപെടും. അപ്പോൾ അവൾ ചെറിയ ഒരു ചിരി, ആ ചിരി എന്ന് പറയുന്ന ആത്മാർത്ഥപരമായ ചിരിയൊന്നുമല്ല, അവൾ കളിയാക്കുന്ന പോലെ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വിഷമങ്ങളൊന്നും അറിയാത്ത കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയണേ. അച്ഛാ, അവൾ ആദ്യത്തെ ചോദ്യം, അച്ഛാ എൻ്റെ സങ്കടം ആർക്കെങ്കിലും ഈ ഭൂമിയിൽ മനസ്സിലാവുമോ അച്ഛോ? അച്ഛാ എൻ്റെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഞാൻ പറഞ്ഞു, നീ പറയ്, നിൻ്റെ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇല്ലച്ചാ, അച്ഛാ ഞാൻ പലരോടും എൻ്റെ സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഇന്നോളം ഒരു മനുഷ്യന് എൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മേശപ്പുറത്ത് കുരിശുരൂപമുണ്ടായിരുന്നു. ആ കുരിശുരൂപം എടുത്ത് അവളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ കുരിശിലേക്ക് നോക്കിക്കേ, കുരിശിൽ ഈശോ കിടക്കുന്നുണ്ട്. ഈ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നിന്നെ മനസ്സിലാവും, എനിക്ക് മനസ്സിലാവില്ല, നിൻ്റെ അപ്പനോ അമ്മയ്ക്കോ മനസ്സിലാവില്ല, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് പോലും മനസ്സിലാവില്ല, പക്ഷേ കുരിശിൽ ഈശോയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീ ഈശോയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നീ പ്രാർത്ഥിക്ക്, ധ്യാനത്തിൽ പങ്കെടുക്ക്. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛനറിയോ, അച്ഛാ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഈ കാര്യം അറിയാം അച്ഛാ. അവർ പറഞ്ഞിരുന്ന കല്യാണമൊക്കെ നടത്തിത്തരാം. 6 വർഷത്തെ പ്രണയം. അച്ഛാ ഈ കഴിഞ്ഞ നാളിൽ ആ ചെറുക്കൻ എന്നെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അച്ഛൻ എനിക്ക് താങ്ങാൻ പറ്റണില്ല, ഞാൻ ആകെ തരിപ്പണായിപ്പോയി. അത്രയും തകരാൻ കാരണമുണ്ട് അച്ഛാ. കാരണം 6 വർഷത്തെ പ്രണയം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടതല്ല. എൻ്റെ എല്ലാം കൊടുത്ത് ഞാൻ ആ ചെറുക്കനെ സ്നേഹിച്ചതാണ്. അച്ഛാ 2 തവണ അബോർഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരവും മനസ്സും കൊടുത്ത് ഞാൻ ആ ചെറുക്കനെ അത്രത്തോളം പ്രണയിച്ചതാണ്. എന്നിട്ടും ആ ചെറുക്കൻ എന്നെ വിട്ടുപോയല്ലോ. അപ്പനോടും അമ്മയോടും ഈ സങ്കടം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല മോളെ,
സാരയില്ല മോളെ, നമുക്ക് വേറെ കല്യാണം കഴിക്കാം. എത്ര എത്ര തമാശയായിട്ട് അവരിതിനെ കണക്കാക്കുന്നേ. അച്ഛാ, ഇനി എനിക്കൊരു ജീവനുണ്ടോ? ഇനി എനിക്കൊരു കല്യാണം കഴിച്ച് എനിക്കൊരു വിശ്വസ്തയായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഞാൻ എന്തിനാച്ചാ ജീവിക്കണേ? എനിക്കെന്നെ വെറുപ്പാണ്, എനിക്കെല്ലാ മനുഷ്യരെയും വെറുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ ശ്രമിച്ചത്. ആർക്കാ അച്ഛാ എൻ്റെ വിഷമം മനസ്സിലാവണേ? ഇവളിങ്ങനെ എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുരിശുരൂപമെടുത്ത് ഞാൻ അവളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, പൊന്നുമോളെ, എനിക്ക് നിന്നെ മനസ്സിലാവില്ല, നിൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലാവില്ല. പക്ഷേ ഈ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നിന്നെ മനസ്സിലാവും. ഈശോയ്ക്ക് മാത്രമേ നിന്നെ മനസ്സിലാവുള്ളൂ. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. നീ നിന്നെ സ്നേഹിക്കുന്നതിനപ്പുറമായിട്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഇതിൽ 3-4 തവണ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ മുമ്പിലിരിക്കുന്ന ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവളോട് പറഞ്ഞു, ഈശോയ്ക്ക് മാത്രമേ നിന്നെ മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുന്നു. അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും മോളും കൂടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം രാത്രിയിൽ ആരാധന കഴിഞ്ഞപ്പോൾ, കുമ്പസാരമെല്ലാം കഴിഞ്ഞ് ആന്തരിക സൗഖ്യ ആരാധന കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, നന്ദി. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഈശോ ആരാധന മധ്യത്തിൽ എൻ്റെ പക്കലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, അതെന്താ പറഞ്ഞേ? അതേ അച്ഛാ, അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകാൻ പറഞ്ഞുകൂടെ, ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടിരുന്നപ്പോൾ അൾത്താരിൽ നിന്ന് ഈശോ സാവധാനം പടികളിറങ്ങി എൻ്റെ പക്കലേക്ക് വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചു, ഈശോ എന്താ പറഞ്ഞേ? ഈശോ ഒന്നും പറഞ്ഞില്ല അച്ഛാ, പക്ഷേ ഈശോ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചു. അച്ഛാ, ആ ചിരിയോടുകൂടി എൻ്റെ സങ്കടം എങ്ങോട്ടൊന്നില്ലാതെ പോയി, എൻ്റെ ഉള്ളിലെ ഭാരം പോയി. അച്ഛാ, ഞാനിനി മരിക്കില്ല, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. ഈശോയ്ക്ക് എന്നെ മനസ്സിലാവും, ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം നിൻ്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വലിയ സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. എത്ര വലിയ സങ്കടത്തിൻ്റെ ഓർമ്മയുണ്ടെങ്കിലും, ജീവിതത്തിൻ്റെ ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങളെ ഓർത്തോർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈശോ നിന്നോട് പറയുന്നു, സാരയില്ല, എനിക്ക് നിന്നെ മനസ്സിലാകും. ലോകത്ത് നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഞാൻ നിനക്ക് നൽകാം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും കയ്യിൽ വെച്ചിട്ടില്ല. ഈശോയ്ക്ക് മാത്രമേ നിന്നെ മനസ്സിലാവുകയുള്ളൂ. ഈശോ മാത്രം നിന്നെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ സ്നേഹത്തിന് പൂർത്തീകരണം കിട്ടുന്നത്. ഏശയ്യാ പ്രവാചകൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. 43-ാം അധ്യായം 18-19 തിരുവചനം. പഴയ കാര്യങ്ങൾ ഓർത്തോർത്തിരിക്കല്ലേ, നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു. ഈശോ നിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും ദൈവം സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.